അയൽവാസികളായ 3 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ചെന്താമര 1.5 വർഷത്തിന് ശേഷം കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അയൽവാസിയായ സജിത എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി ജയിലിൽ കഴിയുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴായിരുന്നു സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ അയാളുമായി പിരിയാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. നാടിനെ നടുക്കിയ ക്രൂര കൊലപാതക കഥ ഇങ്ങനെ. തിരുപ്പൂരിൽ ഡ്രൈവറായിരുന്നു കൊല്ലപ്പെട്ട സുധാകരൻ. ഞായറാഴ്ചകളിൽ വീട്ടിലെത്തി പിറ്റേന്ന് തിരിച്ചുപോവുകയാണ് പതിവ്. തിങ്കളാഴ്ച രാവിലെ 9:30 സുധാകരൻ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചെന്താമര ഓടിവന്ന് കൊടുവാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയായിരുന്നു. കൈയിലും കാലിലും കഴുത്തിലും ആഴത്തിൽ മുറിവേറ്റ സുധാകരൻ തൽക്ഷണം മരിച്ചു. നിലവിളി കേട്ട് തടയാനെത്തിയ ലക്ഷ്മിയുടെ ദേഹമാസകലം വെട്ടേറ്റു. അയൽക്കാർ ഓടിയെത്തിയപ്പോഴേക്കും ചെന്താമര സ്വന്തം വീട്ടിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കൊടുവാൾ അലമാരയിൽ വെച്ച ശേഷം പിൻവാതിലിലൂടെ പാടത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ജയിലിൽ നിന്നിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തി കൊലപാതകം നടത്തി രക്ഷപ്പെട്ടത്. 2019 ഓഗസ്റ്റ് 30-നാണ് സജിത കൊല്ലപ്പെട്ടത്. തന്റെ കുടുംബജീവിതം തകർന്നതിൽ അയൽവാസി സജിതയ്ക്ക് പങ്കുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കുറ്റകൃത്യവും ആസൂത്രണവും പ്രതി ഒറ്റയ്ക്കാണ് നടത്തിയത്. നാട്ടുകാരി തന്നെയായിരുന്ന യുവതിയെ ചെന്താമര പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. എന്നാൽ മോശം അനുഭവങ്ങളെ തുടർന്ന് ഭാര്യയും മകളും ചെന്താമരയെ ഉപേക്ഷിച്ചു. സുധാകരന്റെ ഭാര്യ സജിത കാരണമാണ് ഭാര്യ പിരിഞ്ഞുപോയത് എന്നാണ് ചെന്താമര ധരിച്ചിരുന്നത്. ഇതാണ് സജിതയോടുള്ള പകയിലേക്കെത്തിയത്. തന്നിൽ നിന്ന് പിരിഞ്ഞുപോയ ഭാര്യയെയും കൊല്ലാൻ പദ്ധതിയിട്ടു. സജിതയെ കൊലപ്പെടുത്തിയ തന്നോട് സുധാകരൻ പകരം വീട്ടുമെന്ന ഭയം ചെന്താമരയ്ക്കുണ്ടായിരുന്നു. അത് സുധാകരന്റെയും അമ്മയുടെയും കൊലപാതകത്തിലേക്കും നയിച്ചു. മാരകമുറിവുകളാണ് കൊല്ലപ്പെട്ട സുധാകരനും ലക്ഷ്മിക്കുമേറ്റത്. സുധാകരന് കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായത്. കൂടാതെ വലതുകാലിലും വെട്ട് തടുക്കുന്നതിനിടെ വലതു കൈത്തണ്ടയിലും ഉൾപ്പെടെ 8 വെട്ടേറ്റാണ് സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടത്. ലക്ഷ്മിക്ക് ചെവിക്കും കണ്ണിനും മധ്യേ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായത്. കാൽമുട്ടിലുൾപ്പെടെ 12 വെട്ടേറ്റിട്ടുണ്ടെന്ന് ജില്ലാശുപത്രിയിലെ മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ബോയൻ കോളനിയിലെ ഇടവഴിയിൽ ഇരുവശത്തുമായിരുന്നു ചെന്താമരയുടെയും കൊല്ലപ്പെട്ട സുധാകരന്റെയും വീടുകളുണ്ടായിരുന്നത്. സുധാകരന്റെയും ലക്ഷ്മിയുടെയും വീടാണ് ഇടവഴിയിലെ അവസാനത്തെ വീട്. തൊട്ടടുത്താണ് പ്രതി ചെന്താമര താമസിച്ചിരുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഓടിച്ച ശീലമുള്ള ചെന്താമര നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു. ഇക്കാലത്താണ് നെല്ലിച്ചോടുള്ള യുവതിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. വിവാഹശേഷം പ്രണയം സംശയത്തിലേക്ക് നീങ്ങിയതായി പ്രദേശവാസികൾ മൊഴി നൽകിയിരുന്നു. ഭാര്യ തൊഴിലുറപ്പ് തൊഴിലിന് ഉൾപ്പെടെ പോകുന്നത് മുടക്കിയിരുന്നതായും ഇതേച്ചൊല്ലി തർക്കങ്ങളുണ്ടാകുന്നത് പതിവായിരുന്നെന്നും സമീപവാസികൾ പറഞ്ഞിട്ടുണ്ട്. മിക്ക സമയവും വീടിന്റെ വാതിൽ പൂട്ടി അകത്തിരിക്കുകയായിരുന്നു ചെന്താമരയുടെ ശീലം. കടുത്ത അന്ധവിശ്വാസിയും സംശയരോഗിയുമായിരുന്നു. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് തന്റെ കുടുംബ പ്രശ്നങ്ങളുടെ കാരണമെന്ന് അയാൾ വിശ്വസിച്ചു. സജിതയെയും കുടുംബത്തെയും ഇയാൾ ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അത് കൊലപാതകത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയില്ല. 2019 ഓഗസ്റ്റ് 31-ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ചെന്താമര സജിതയുടെ വീട്ടിലെത്തി. സജിത വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരുന്നു എത്തിയത്. വീടിനകത്ത് കയറിയ ഇയാൾ സജിതയെ ആഞ്ഞുവെട്ടി. കഴുത്തിന്റെ പിൻഭാഗത്തും തോളിലും മാരകമായി പരിക്കേറ്റ സജിത സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എല്ലാ വിരലുകളും ചൂണ്ടിയത് ചെന്താമരയിലേക്കാണ്. പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ നെല്ലിയാമ്പതിക്കാട്ടിലേക്ക് ഓടിയൊളിച്ച ചെന്താമര ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത്. സജിതയെ കൊലപ്പെടുത്തി ജയിലിൽ കഴിയുമ്പോൾ തന്നെ തന്റെ കുടുംബം തകർത്തവരിൽ ഇനി 2 സ്ത്രീകൾ കൂടി ബാക്കിയുണ്ട്, ഇറങ്ങിയാൽ അവരെയും തീർക്കുമെന്ന് സഹതടവുകാരോട് ചെന്താമര പറഞ്ഞിരുന്നു. സജിത കൊലക്കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കുമ്പോഴും ചെന്താമരയുടെ പകയടങ്ങിയില്ല. സജിതയുടെ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലണമെന്ന ചിന്തയിലാണ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയുള്ളൂ. ഈ വ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തി സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. സുധാകരന്റെയും സജിതയുടെയും മക്കൾ വീട്ടിലില്ലാതിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. വളരെ ആസൂത്രിതമായാണ് ചെന്താമര കൃത്യം ചെയ്തത്. കൊലപാതകത്തിന് പിന്നാലെ ചെന്താമര പോത്തുണ്ടി മേഖലയിലെ വനത്തിലൊളിച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ വ്യാപകമായ തിരച്ചിലിൽ അതേ ദിവസം രാത്രി തന്നെ അയാൾ പോലീസിന്റെ പിടിയിലായി. കേസിൽ 2 മാസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 133 സാക്ഷികളാണ് ചെന്താമരയ്ക്കെതിരെ രംഗത്ത് വന്നത്. സുധാകരന്റെ വീടിന് തൊട്ടടുത്ത പാടത്ത് ആടുമേയ്ക്കുമ്പോൾ കൊലപാതകം നേരിൽ കണ്ട ഗിരീഷ് എന്ന യുവാവാണ് ഇരട്ടക്കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി. 480 പേജുള്ള കുറ്റപത്രത്തിനൊപ്പം 60ഓളം തെളിവുകളും രേഖകളുമുണ്ട്.
പ്രതി ഇടം കയ്യനാണെങ്കിലും ഇരു കൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുണ്ടെന്ന് കുറ്റപത്രത്തിൽ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലെ മുറിവുകൾ ഇടതു കൈപ്പാങ്ങുള്ളയാളുടെ വെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ എത്ര ആഴവും മാരകവുമാകുമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തി. പ്രതി ഇടം കയ്യനാണെന്ന കാര്യം അന്വേഷണ സംഘം വൈകിയാണ് അറിഞ്ഞത്. ഇതറിയാതെ പോയിരുന്നെങ്കിൽ ആയുധം ഉപയോഗിച്ചതിലെ പ്രത്യേകത ചൂണ്ടിക്കാട്ടി പ്രതിഭാഗത്തിന് എതിർവാദം ഉന്നയിക്കാമായിരുന്നു. പ്രതി മാനസിക രോഗിയല്ലെന്ന തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.